ബീഗു പെറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ 2 ഫീമെയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ബീഗു പെറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളെ രണ്ടാളെ ഞാൻ രണ്ടുപേരെ വീഡിയോ ഞാൻ ചെയ്തിരുന്നതാണ്. നമ്മൾ ഫ്രഞ്ചിനെ ബാംഗ്ലൂരിൽ നിന്ന് എടുത്താണ്. അപ്പോൾ കൊണ്ടുവന്നാന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇവരെ പുറത്തേക്ക് ഇറക്കി നടന്നില്ല. ഇപ്പോൾ ഇവരെ ഇവിടെ നിന്ന് സെറ്റായി. അപ്പോൾ ഒന്ന് അഴിച്ചിട്ട് ഇപ്പോൾ ഒന്ന് കൂട്ടിൽ കയറ്റിയപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചാണ്. നാവിട്ട് കിടന്ന് നടക്കാനുണ്ട്. അവിടെ നിന്നിട്ട് ഭയങ്കര അണപ്പാണ്. അവർക്ക് ഒറിജിനൽ ഫ്രഞ്ചൊക്കെ ആകുമ്പോഴേ പഞ്ച് ഫേസ് ആയിരിക്കും അവരൊക്കെ. അപ്പോൾ ഭയങ്കര ബ്രീത്തിങ്ങിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ഓടിക്കാതെ ചെയ്യുന്ന മട്ടുമ്പോൾ ഇപ്പോൾ ചെറിയ മഴക്കാലമെന്ന് പറഞ്ഞില്ല, നല്ല ചൂടുണ്ട്. ഇന്നൊന്നും മഴയില്ല, അതുപോലെ നല്ല ചൂടുണ്ട്. ഒരാളിതേക്ക് എടുക്കാനുള്ള പരിപാടി. ഒന്നും സൈലൻ്റ് ആയതിനു ശേഷം വീഡിയോ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭയങ്കര ശബ്ദമായിരിക്കും ഇവരെ കിതയ്ക്കുന്നതിൻ്റെ. അപ്പോൾ അത് വൈറ്റ് കളർ ബാക്കിൽ എടുക്കുന്നത് കേട്ടോ. ഇവളൊരു ഫോൺ കളർ. രണ്ടും നല്ല കോമ്പാക്റ്റ് ആയിപ്പാട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഫ്രഞ്ച് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനത്തെ 2 ഫ്രഞ്ചിനെ ഞാൻ തപ്പി നടന്നിരുന്നത്. സിംഗിൾ കളർ ആവും വേണം എന്നുള്ള പരിപാടിയിൽ അങ്ങനെ കുറേ തപ്പി നടന്നതിന് ശേഷമാണ് നമുക്ക് കിട്ടിയത്. ഇവ 2 പേരെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ആദ്യം ഫ്രഞ്ചിൻ്റെ ബ്രീഡിങ് ഞാൻ ചെയ്തിരുന്ന എൻ്റെ 2 മെയിൽ കിടപ്പുണ്ട്. ഒരു മെയിൽ ഫസ്റ്റ് എടുത്താണ്, നമ്മുടെ ചിമ്പു എന്ന് പറഞ്ഞ മെയിൽ. അപ്പോൾ ആ സമയത്ത് മുതൽ ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് കളർ ഫീമെയിൽ. പാക്കി എന്നാണ് നമ്മളെ പേര്. 3.5 നമ്മൾ ലിറ്റർ എടുത്താൽ അതിന് ശേഷം നമ്മൾ കൊടുത്താൽ അവളെ. പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്രഞ്ചിനെ ചെയ്തിട്ടില്ല. അങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഉദ്ദേശിച്ച പോലത്തെ ക്വാളിറ്റിയുള്ള ഫ്രഞ്ചിനെ കിട്ടാത്ത കാരണം കൊണ്ടാണ് ചെയ്യാഞ്ഞത്. അത്യാവശ്യം നല്ല മൂവ്മെൻറ്റൊക്കെ നടന്നുണ്ടാവും ഫസ്റ്റ് ടൈമൊക്കെ. ഇപ്പം ഒന്ന് മാർക്കറ്റ് ഡൗൺ ആയി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രഞ്ച് മെയിലിനെ വെറുതെ വീട്ടിലിട്ടേക്കണം. അത്യാവശ്യം സ്റ്റഡിങ് ഒക്കെ വരാറുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഉദ്ദേശിച്ച പോലത്തെ ഒരു ഫീമെയിൽ നമുക്ക് പാർട്ടിയോട് പറഞ്ഞ് അങ്ങോട്ട് എടുത്തതിൽ കൊടുക്കാൻ പറ്റിയ ക്വാളിറ്റിയുള്ള ഫീമെയിലൊന്നും നമ്മളോട് അധികം കുറവാണ്. ഇല്ല എന്നല്ല കേട്ടോ, ആൾക്കാരിലൊക്കെ ഉണ്ട്. നമ്മളവിടേക്ക് സ്റ്റഡിങ്ങിന് വരണ്ടേ. അപ്പോൾ നമ്മുടേക്ക് വരുമ്പോഴും അതൊക്കെ നോക്കി വരുമ്പോൾ കുറവായിരുന്നു. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഫ്രഞ്ചിൻ്റെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും എടുത്തിരുന്നില്ല സ്റ്റഡിങ്ങിൻ്റെ കേസ്. അങ്ങനെ ഇടക്കാലം വെച്ച് നമുക്ക് ഇരിങ്ങാലക്കുടന്ന്, തൃശ്ശൂർ തന്നെ ഇരിങ്ങാലക്കുടന്ന് കുറച്ച് ഫ്രഞ്ചുള്ളൊരു ഫാമിലി നമ്മളായിട്ട് കോൺടാക്റ്റ് ആയി. അവരെ ഫീമെയിൽ നമ്മളോട് മാറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു മെയിലിനെ കൊണ്ട് സെറ്റ് ആവണില്ല. അപ്പോൾ നമ്മൾ വേറൊരു മെയിലും കൂടി എടുത്തു. ഒരു വൈറ്റ് കളർ മെയിലും കൂടി എടുത്തിട്ടുണ്ട്. അവൻ്റെ പേരാണ് നമ്മളെ പിസ്റ്റൾ എന്നാണ് അവൻ്റെ പേര്. ഇവരെ ഞാൻ ജസ്റ്റ് ഒന്ന് ഏൽപ്പിക്കാം കേട്ടോ. പിസ്റ്റൾ എന്നാണ് അവൻ്റെ പേര് കേട്ടോ. എന്താണെന്ന് നോക്കിയേ, ഭയങ്കര കോമ്പാക്റ്റാണ്. അപ്പോൾ അവനെ അങ്ങോട്ട് 2 മെയിലായി. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്റ്റഡിങ്ങൊക്കെ അത്യാവശ്യം പുറത്തുനിന്ന് ഇപ്പോൾ അത്യാവശ്യം ഇഷ്ടംപോലെ മാറ്റിങ്ങൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 മെയിലുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ ഫീമെയിൽ വരുമ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നുണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് നടന്നില്ലെങ്കിൽ വേറെ ആൾ മാറ്റി ചെയ്യിക്കാമല്ലോ. എന്നുണ്ടെങ്കിൽ ഇവന്മാർ പെട്ടെന്ന് കിതയ്ക്കുവന്മാർ. അപ്പോൾ ഒരു മെയിലിപ്പോൾ സെറ്റായില്ല എന്നുണ്ടെങ്കിൽ ബീകളൊക്കെയാണ് നമ്മുടെ ഇഷ്ടംപോലെ മെയിലുകളുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ വേറെ ഷെഡിങ് എടുക്കാൻ. ഇപ്പോൾ നമ്മൾ നന്നായി ചെയ്ത് തുടങ്ങി. 2 മെയിൽ ഉണ്ട്, നല്ല പ്രൂവണായിട്ടുള്ള 2 മെയിൽ സൂപ്പർ സാധനങ്ങളുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് സ്റ്റഡിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോരാ കേട്ടോ. നല്ല റിസൾട്ടുള്ള മെയിൽ 2 കിടപ്പുണ്ട്, ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവന്മാരെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി വൈറ്റ് കളർ ബാക്കിലിരിക്കുന്നത്. അവളെ ഞാൻ നേരിപ്പിക്കാം. പടി അവളുടെ പേര് സില്ലി എന്നാണ് അവളുടെ പേര് കേട്ടോ. വൈറ്റ് കളറിൻ്റെ പേര് സില്ലി. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടാണ് അവരിട്ടുള്ള പേരാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണേ. അവളുടെ ഹൈറ്റ് നോക്കിയാൽ ഭയങ്കര കോമ്പാക്റ്റ് ആട്ടോ. ഇതാ നോക്കിയാൽ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പം പോലെ തോന്നും, പക്ഷേ നേരിട്ട് കണ്ടാൽ റെഡിക്ക് അറിയാം ഭയങ്കര കോമ്പാക്റ്റാണ്. ഉള്ള പേരാണ് ഡൗ എന്നാണ് അവളുടെ പേര്. ഡൗ ഇതേ കൊണ്ടാണ് ഒരു നോക്കിയാൽ ഭയങ്കര കോമ്പാക്റ്റ് ആട്ടോ. പേടിച്ചിട്ടാണ് അവർ പോകണം. അവർക്കൊന്നും അതേ നമ്മളിവിടുത്തെ ഭാഷയെന്നായിട്ട് അങ്ങനെ അത്ര ഹൈറ്റില്ല. അവർ ബാംഗ്ലൂരിലായിരുന്നു. അവിടുത്തെ ലാംഗ്വേജും നമ്മുടെ മലയാളമായിട്ട് അത്ര സെറ്റായി വരുന്നുള്ളൂ. പക്ഷേ ഞാൻ ജാക്ക് റസലിനൊക്കെ എടുത്ത സമയത്ത് ഒരു പെട്ടെന്ന് ക്ലിക്കായിട്ടാണ് മലയാളമൊക്കെ പെട്ടെന്ന് പഠിച്ചവർ. ഇവന്മാർ പഠിച്ച് വരുന്നുള്ളൂ. ഇവൾക്ക് ഇത്തിരി ഡോവിന് ഇത്തിരി പേടി കൂടുതലാണ്. മറ്റവൾക്ക് അത്ര പേടിയില്ല. അവളിപ്പോൾ ഹീറ്റാണ്. അവളെ മാറ്റ് ചെയ്തിട്ട് ഇട്ടേക്കാണ്ട് നമ്മുടെ പിസ്റ്റളിനെ കൊണ്ട് മാറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളിലേക്ക് കയറി നിർത്തി ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുന്നു. പേടി കൂടുതലാണ് അവന്മാർക്ക്. ഇപ്പോൾ വന്നിട്ട് സെറ്റായി വരണുള്ളേ. അവൾക്ക് അത്ര പേടിയില്ല. സില്ലി ഇത്തിരി ആൾ ധൈര്യവാദിയാണ്. പക്ഷേ ഇവൾക്ക് അത്തിരി പേടി കൂടുതലാണ്. ഇവൾക്ക് ഇത്തിരി ഒന്നത് കടി കൂടിയിട്ട് അവൾ ഹീറ്റായി കിടക്കായിരുന്നു. ബാംഗ്ലൂർ വെച്ചിട്ട് തന്നെ അവർ തമ്മിൽ കടി കൂടിയിട്ട് ചെറിയൊരു കടി കഴുത്തിൽ കിട്ടിയതിൻ്റെ മൂപ്പർക്ക്. അത് മാറി വരണുള്ളൂ. അവിടെ നിന്ന് രോമൊക്കെ പോയിട്ടുണ്ട്, സെറ്റായി വരണുള്ളൂ.
ഭയങ്കര കോമ്പാക്റ്റ് കേട്ടോ. ഭയങ്കര കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ ഒരു ഹൈറ്റ് അതിനായിട്ട് ചെറുതായിരിക്കണം. ഇപ്പോൾ ഇങ്ങനെ എടുക്കണ കാരണം കൊണ്ടാട്ടാ കറക്റ്റ് പിടിക്കാൻ ഒരാളുകൊണ്ട് ഇനി കറക്റ്റ് അതിൻ്റെ കാട്ടി തരാം. ഭയങ്കര രസം എന്ന് ഭയങ്കര രസം. അവരൊക്കെ നേരിട്ട് കാണണം. അപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ ഇട്ട് വളർത്താൻ ബെസ്റ്റ് ബ്രീഡാട്ടോ അവർ ഫ്രഞ്ച് ബുൾഡോഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവളും ഇപ്പോൾ ഹീറ്റാണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഓളി മാറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. പുള്ളീനെ ഓൾറെഡി മാറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറിനെ ഓൾറെഡി മാറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടവർ കിതപ്പ് കണ്ടവരെ. അപ്പോൾ ഫ്രഞ്ചിൻ്റെ ഒക്കെ സൂപ്പർ പപ്പീസ് വേറെ പറഞ്ഞപ്പോൾ ഒരു സ്റ്റഡ് എടുക്കാനുണ്ട് കേട്ടോ. ഒരു കുട്ടീനെ പിരിങ്ങാലക്കുട ഭാഗത്തുനിന്ന് ഒരു കുട്ടി എടുക്കാനുണ്ട്. അവരുടെ വീട്ടിൽ വേറെയും പപ്പീസുകൾ കിടപ്പുണ്ട് കേട്ടോ. നമ്മളൊരു ഫീമെയിലിനെ എടുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ അതിനെ വീട്ടിൽ നിർത്താനുള്ള ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന്മാർ രണ്ടാളെനിക്ക് കിട്ടിയത്. അപ്പോൾ അത് കാരണം കൊണ്ട് പറ്റുമെങ്കിൽ ആ ഫീമെയിൽ കുട്ടീനെ നമ്മൾ കൊടുക്കും. അത് നല്ല കോമ്പാക്റ്റ് ടൈപ്പ് കുട്ടിയാണ്. അത് കാരണം കൊണ്ട് ഞാൻ വീട്ടിൽ ഹോൾഡ് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അത് ഏതാണ്ട് ഇവളുടെ ഒരു കളറൊക്കെ ആയിട്ട് വരും. ഇവളുടെ കളറൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ടാകും. ഫോൺ കളർ പോലത്തെ കളറാണ് ആ കുട്ടി. ഫീമെയിലാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റഡ് എടുക്കും. ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഞാൻ ചെയ്യേണ്ടത്. നല്ല അത്യാവശ്യം നല്ല കോമ്പാക്റ്റ് ടൈപ്പാണ്. ഒരു മദറും നല്ല കോമ്പാക്റ്റ് ടൈപ്പാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത്ര ഹൈറ്റ് വരാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന്മാർ വന്നത്. സില്ലിയും അതുപോലെ ഡോഗും. ഇവരുടെ സ്വഭാവം എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രഞ്ചിനെ ശരിക്കും രണ്ടാളെ ഒരുമിച്ചിടാൻ ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാലേ രണ്ടുപേരെ ഒരുമിച്ചിടാൻ അങ്ങനെ പറ്റില്ല ശരിക്കും. ഫ്രഞ്ചിനെ ഒറ്റയ്ക്കായിട്ട് ഇടണം, അല്ലെങ്കിൽ ഉമ്മ ഞങ്ങൾ കടി കൂടും. പക്ഷേ ഇപ്പോൾ ഇവർ രണ്ടുപേരെ ബാംഗ്ലൂർ അവർ 2 കൂട്ടിലിട്ട് വളർത്തിയിട്ട് രണ്ടുപേരും ഒരേ മദറിൻ്റെ കുട്ടികളെ ഞാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുമിച്ച് കിടുന്ന കാരണം കൊണ്ട് വലിയ അലമ്പില്ല. ഇവിടെ വന്നിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല. നമ്മൾ പിന്നെ മറ്റേ ഡോഗുകളുടെ അടുത്തേക്ക് വിട്ടിട്ടില്ല. ഇവർ രണ്ടുപേരെ സെപ്പറേറ്റാണ് പഴിച്ചു വിടണേ. അതാണെങ്കിൽ ഇത്തിരി പേടിയുണ്ട് ഇവർക്ക്. സെറ്റായി വരണുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഡെലിവറി റൂമിലാണ് ഇട്ടുള്ളത്. അങ്ങോട്ട് കടത്തിയിട്ടില്ല. പിന്നെ വേറെ ഇപ്പോൾ നമ്മുടെ ഒരെണ്ണം ലിറ്റർ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ഒരു 3-4 ദിവസത്തിനുള്ളിൽ മിക്കവാറും ലിറ്റർ ഉണ്ടാവും. അപ്പോൾ ഷിവാവയുടെ പപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ഇതിൽ ഡെലിവറി ആയിട്ടില്ല കേട്ടോ. ഒരു ഡെലിവറി കഴിഞ്ഞ ഫീമെയിലാണ് നമ്മുടെ. അപ്പോൾ അടുത്ത ഡെലിവറി ആവാറായി നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ല മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ട്. അത്യാവശ്യം നല്ല വയറൊക്കെ വലിപ്പുണ്ട് അതിൽ. അപ്പോൾ അവരുടെ ഡെലിവറി കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം. അപ്പോൾ ചെവി പിടിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഞാൻ സംസാരിക്കുമ്പോഴേ അവർക്കത് ക്ലിയർ ആവണില്ല. അതുകൊണ്ടാണ് ചെവി ഇങ്ങനെ വട്ടം പിടിക്കുന്നുണ്ട്. അവരെ ലാംഗ്വേജ് അല്ലല്ലോ, നമ്മുടെ മലയാളം മാറി വരുന്നല്ലോ, പഠിച്ച് വരണുള്ളവർ. അതിൻ്റെ ഒരു ഇതാണ് അവിടെ ചെവി വട്ടം പിടിക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡിലേക്കൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ഭയങ്കര രസമായിട്ട് അഴിച്ചിട്ടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി. പക്ഷേ എന്നാൽ ഇവന്മാർ ഭയങ്കര ഓടിക്കളിയാണ്. മറ്റുള്ളവരൊക്കെ ഭയങ്കര കുറയോ. അത് കാരണം കൂടുതൽ ഉള്ളിലേക്ക് കയറ്റിയിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ ഫ്രഞ്ചിന് നമ്മൾ ഇതുപോലത്തെ 2 അവരോട് എടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. ബാംഗ്ലൂർ തന്നെ അവരോട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇവരെന്തായാലും കൊണ്ടുവന്ന് സെറ്റായിട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ്. ഒരു ഫ്രഞ്ചിനോട് എടുക്കുന്നുണ്ട്. ഫ്രഞ്ച് നമ്മൾ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബീഗിളും ജാക്ക് ഫ്രഞ്ച് ബുൾഡോഗാണ് മെയിനായിട്ട് ചെയ്യാനുള്ളൊരു പരിപാടി ബ്രീഡിങ് ആയിട്ട്. അപ്പോൾ ഫ്രഞ്ചിന് നമ്മളിപ്പോൾ കുറേ നാൾ ബ്രേക്ക് ചെയ്ത് വെച്ച് കിടന്നത്. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ മെയിലിനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിന് ചിലപ്പോൾ കൊണ്ടുവരാനുള്ളൊരു ഇതുണ്ട്. 2 മെയിലുണ്ട് ഇടയിൽ. എന്നാലും ഒരു മെയിലും ബ്ലൂ കളർ റെയറാണ്. നമ്മുടെ ഇവിടെ അധികം ആൾക്കാരെ ഇല്ലയെന്ന് തോന്നുന്നു. വല്ലവരുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് നമ്പറൊന്നും ഇതിൽ കമൻറ്റിൽ ഇട്ടോളൂ. അങ്ങനെ നമുക്ക് പുറത്തുനിന്ന് മാറ്റ് ചെയ്യുകയാണെങ്കിൽ താല്പര്യമുണ്ട് ഒരു ബ്ലൂ കളറിനെ കൊണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും തൃശ്ശൂർ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. നമ്മൾ നല്ല കോമ്പാക്റ്റ് ടൈപ്പ് മെയിലാണ് നമ്മൾ നോട്ട് ചെയ്യണേ. അങ്ങനത്തെ വേണ്ടി ചെയ്യിക്കാനായിട്ട്. ഇവരുടെ ഡെലിവറി എത്രത്തോളം ഇതാവും നമുക്കറിയില്ല കേട്ടോ. എന്താണെങ്കിൽ ഭയങ്കര കോമ്പാക്റ്റ് ആയ കാരണം കൊണ്ട് വല്ല സർജറി വരുമോ എന്നുള്ളതൊന്നും പെടുത്തില്ല. 2 ദിവസം മുമ്പാട് നമ്മുടെ അടുത്തൊരു ഇരിങ്ങാലക്കുട മാള ഭാഗത്ത് ഒന്നൊരു ക്രോസിങ് വന്നിരുന്നു. ഭയങ്കര കോമ്പാക്റ്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ലിറ്റർ സർജറി ആയിരുന്നു പറഞ്ഞു അവർ. അപ്പോൾ അതിനെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ഭയങ്കര കോമ്പാക്റ്റ് ആയ കാരണം ഒന്ന് ശ്രദ്ധിച്ചോളോട്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനുണ്ട്. നോർമലായി ഡെലിവറിയൊക്കെ ഓക്കെ ആയി രക്ഷപ്പെട്ടു. ഇവന്മാർ ഭയങ്കര നല്ല സ്വഭാവമാണ്. നമ്മളൊരു മനുഷ്യമായിട്ട് ഭയങ്കര സെറ്റാണ് അവർ. ഇങ്ങനെ പെറ്റായി നിൽക്കും. വീടിൻ്റെ അകത്തൊക്കെ ഇട്ട് വളർത്താൻ ബെസ്റ്റ് ഡോഗ് കേട്ടോ ഫ്രഞ്ച് എന്ന് പറയുന്നത്. പുറത്തൊക്കെ ഇട്ട് വളർത്താൻ കുഴപ്പമുണ്ടായിട്ടില്ല. പറ്റും നമുക്ക് ഈ ചൂട് സമയമൊക്കെ വരുമ്പോഴേ ഒരു ക്ലൈമറ്റൊക്കെ ഭയങ്കര ചൂടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ഇവർക്ക് ഇതിൽ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അത് കാരണം വീടിൻ്റെ അകത്തൊക്കെ ഇട്ട് വളർത്താനൊക്കെ ആയിട്ട് അടിപൊളി ഡോഗാണ്. അധികം ഹൈറ്റ് വരില്ല, നല്ല കോമ്പാക്റ്റാണ്. നമ്മൾ പറഞ്ഞാലൊക്കെ നന്നായി അനുസരിക്കും. ഇതിന് സെറ്റായി നിൽക്കുന്ന ഒരു ബ്രീഡ് കേട്ടോ ഫ്രഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ പിസ്റ്റളിൻ്റെയും ചിമ്പൂൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇവിടെ ഒന്ന് ഇരുട്ടായി. വൈകിട്ട് വീഡിയോ എടുത്തപ്പോൾ ഇരുട്ടായി തുടങ്ങി. അല്ലെങ്കിൽ അവർ അഴിച്ചിടായിരുന്നു. അഴിച്ചിട്ടാൽ എന്താ കുഴപ്പമെന്നുണ്ടെങ്കിൽ ഒരു ഹീറ്റായി നിൽക്കണതിനോണ്ടേ അവന്മാരെ മെക്കിട്ട് കയറിയിട്ട് തൊയിരം കൊടുക്കില്ല അവർക്ക്. അത് കാരണം കറക്റ്റായിട്ട് എടുക്കാനും പറ്റില്ല. പിന്നെ ചിമ്പൂൻ്റെ മേത്തൊക്കെ അല്ല പിസ്റ്റളിൻ്റെ മേത്ത് കുറച്ച് അത്യാവശ്യം കുറച്ച് ഇത്തിരി അഴുക്കുണ്ട് അവൻ്റെ മേത്ത്. ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ അവൻ്റെയൊക്കെ പുതിയ വീഡിയോ ചെയ്യാൻ അതിന് മുമ്പ് നമ്മൾ ഷിവാവൽ ഇട്ടിറങ്ങി കഴിഞ്ഞാൽ അവരെ വീഡിയോ ചെയ്യേണ്ടി. പിന്നെ ബീഗിളിൻ്റെ സ്റ്റഡ് പപ്പീസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ പപ്പീസുകളുണ്ട്. ഇനിയിപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ സ്റ്റഡ് എടുക്കാനുണ്ട്. നമ്മളവിടുത്തെ ഇട്ടിറങ്ങിയ പപ്പീസൊക്കെ കൊടുക്കാറാവണുള്ളൂ. സ്റ്റഡ് പപ്പീസാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പപ്പീസുകളുണ്ട്. ഇപ്പോൾ മെയിൽ പപ്പി എടുപ്പുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. സൂപ്പർ പപ്പീസുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആൾക്കാരൊക്കെ വിട്ടുകൊടുക്കുക. ഫ്രഞ്ചിൻ്റെയൊക്കെ പപ്പീസൊക്കെ ഇനി ആയി വരും. അപ്പോൾ ഇരിങ്ങാലക്കൂടെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സ്റ്റഡ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ പപ്പീസ് ഉണ്ട്, വേറെ നല്ല മെയിൽ പപ്പിയൊക്കെ കിടപ്പുണ്ട് അവിടെ. അപ്പോൾ വല്ലതൊക്കെ താല്പര്യമാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അവരെ മുട്ടിച്ച് തരാം. ഇത് നല്ല മദറും ഒക്കെയാണ് അതിൻ്റെയും. അപ്പോൾ നല്ല പപ്പീസാണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഉമ്മമാർ രണ്ടുപേരും ഇവിടെ നിന്ന് കിടക്കട്ടെ. ഉണ്ടെന്നൊക്കെ അതപ്പൊക്കെ ഒന്ന് മാറി കുറേ കഴിഞ്ഞപ്പോൾ കണ്ടത്. ഒരാൾ സൈലൻ്റായി കിടന്നു. ഇനിയിപ്പോൾ അവർ നമ്മൾ ഏൽപ്പിച്ച് ശല്യം ചെയ്യേണ്ട. നല്ല രസമായിട്ട് ആളിരിക്കണേക്ക് നാവ് പുറത്തിട്ട് കേണ്ട കടിച്ചു പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന ആൾ. സിലി മൂപ്പരെ മാറ്റ് ചെയ്തിട്ടുള്ള അതാണ് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇത്തിരി പെട്ട. അവൾ ഒത്തിരി പാവമാണ്. ഇവളാണ് ഇത്തിരി കുറുമ്പത്തി. ആൾ വില്ലത്തി. അവളെ പിടിക്കാൻ ഇത്തിരി എളുപ്പമല്ല. അഴിച്ചിട്ടാൽ തന്നെ അവൾ ഓടിക്കും. നമ്മളിരുണ്ട് കുറേ കളിപ്പിച്ചതിന് ശേഷം വരുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ ഫ്രഞ്ചിൻ്റെയും അടുത്ത ബീഗിളിലേക്ക് ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അവിടെ ശിവാവരെ ലിറ്ററൊക്കെ അടിപൊളിയായിട്ട് ആവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ശിവാവ വളരെ കോമ്പാക്റ്റ് ഉള്ള വളരെ ചെറിയ ഡോഗല്ലേ. അപ്പോൾ അവരുടെ ഡെലിവറിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പുള്ളിയോട് ഇന്ത്യ അപ്പുറത്ത് ഇതാണ് കേട്ടോ. ശിവാവരെ സ്റ്റഡ് മെയിലുണ്ട്. മൂപ്പർക്ക് കൂട്ടിന് ഇട്ട് കൊടുത്താണ്. ഡെലിവറി റൂമിലാണ് കിടപ്പ്. അപ്പുറത്ത് രണ്ടുപേരും നോക്കണമെങ്കിൽ ഞങ്ങൾ പോകുന്നപ്പോൾ എനിക്ക് വന്ന് നോക്കുക. വേണ്ട എന്താളെ വന്ന് നിൽക്കണമെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ രണ്ടുപേരുണ്ട്. ശിവാവ് അതേ ബാക്കിലിരിക്കുന്നു. അവൾ പ്രസവിക്കേണ്ടതായ ലക്ഷണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു അടുത്ത് തുടങ്ങിയിട്ട് ഭക്ഷണമൊക്കെ കുറച്ചിട്ടുണ്ട് ആൾ റൂബി. അപ്പം മൂപ്പർക്ക് കൂട്ടിന് മൂപ്പരെ ബോയ് ഫ്രണ്ടിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതായിരിക്കുന്ന ആൾ. രണ്ടുപേരും കമ്പനി കൂടി ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവനെ മാറ്റാറായി ഇതിന്ന്. അവൾ ലിറ്ററാവണ ഒരുപാട് മാറ്റണം. കമ്പനിക്ക് ഇരിക്കണം നോട്ടാൻ ചേട്ടൻ മുമ്പ് ഇട്ട് കൊടുത്താൽ ഒറ്റയ്ക്ക് എടുക്കണ്ടല്ലോ ഞാൻ വെച്ചിട്ട് രണ്ടാളിരിക്കണേ. അപ്പോൾ അതേ വരുന്നുണ്ട് കേട്ടോ. റൂബി പെണ്ണ അതേ വരുന്നുണ്ട്. റൂബി പെണ്ണെ ആൾ നല്ല കമ്പനി ആട്ടോ. അതേ വന്നു റൂബി പെണ്ണ്. ഇതാണ് റൂബി. ആപ്പിൾ ടൈപ്പ് ഹെഡാണ് കേട്ടോ. ഇവൻ്റെയും ആപ്പിൾ ടൈപ്പ് ഹെഡ് തന്നെയാണ്. ഇവരെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെലിവറിയൊക്കെ ഒന്ന് കഴിയട്ടെ. ഉള്ള ഒരു ഡെലിവറി കഴിഞ്ഞ ഫീമെയിലാണ്. പപ്പീസൊക്കെ നമ്മളെല്ലാം കൊടുത്തു വന്ന്. അപ്പോൾ ഉള്ളത് അടുത്ത ലിറ്ററിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വയറൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പോൾ ഉള്ള ഡെലിവറിയൊക്കെ നോർമലാവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ കുട്ടികളുടെയൊക്കെ വീഡിയോസ് ഇങ്ങനെ ഇടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.